പുട്ടൊക്കെ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ അല്ലേ? പക്ഷേ ദാ എന്നും ഒരേ ടൈപ്പ് പുട്ട് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ബോറടിച്ചാൽ ഇതുപോലെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കൂട്ടോ. അടിപൊളി ടേസ്റ്റാണേ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു കറി പോലും ആവശ്യമില്ലാത്ത, പഞ്ചസാര പോലും ആവശ്യമില്ലാത്ത അടിപൊളി പുട്ടിന്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ പുട്ടുണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മുടെ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. കൊണ്ടുവന്ന സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ പുട്ടിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും അതേപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ക്യാരറ്റിൻ്റെയും ആ തേങ്ങയുടെയും ഒക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി ശരിക്കും ഒന്നും കൂടി ചൂട് കയറി വരണം. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയൊന്നും വേണ്ട. നല്ലോണം ഒന്നും കൂടി ചൂട് കയറി ആ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മാറി വന്നാൽ മാത്രം മതി. കണ്ടതാ ഇതേപോലെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പുട്ടിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന നല്ല അടിപൊളി മിക്സ് ആട്ടോ ഇത്. ഇതേപോലെ പുട്ടുണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി നോക്കൂട്ടോ. കിട്ടില്ല ടേസ്റ്റാണ്. ഇതാ ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ ചൂടൊക്കെ നാറാനായിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ പുട്ടൊക്കെ നനച്ചെടുക്കുന്നത് പോലെ 250 ml കപ്പിന് 1 കപ്പ് പുട്ടുപൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത്, മറിച്ച് പാലാട്ടോ. തേങ്ങാപ്പാലോ ഇല്ലാന്നുണ്ടെങ്കിൽ കവർ പാലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കവർ പാലാട്ടോ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്നും കൂടി കുതിർന്ന് ശരിക്കും ഒന്നും കൂടി സെറ്റായി വരാനായിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പാലും ഒക്കെ ആയിട്ട് ചേർന്ന് പുട്ടൊക്കെ നല്ലോണം തന്നെ ഒന്നും കൂടി സോഫ്റ്റായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈവച്ച് ശരിക്കും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മുടെ പാല് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചില പുട്ടുപൊടിയുടെ വ്യത്യാസം അനുസരിച്ച് ചേർക്കുന്ന പാലിലൊക്കെ ചെറിയ രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി പാലൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റിൻ്റെ മിക്സും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ പാലും അതേപോലെ തന്നെ ക്യാരറ്റും നെയ്യും തേങ്ങയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ആ ഒരു പുട്ടിൻ്റെ ആ ഒരു ഒരുമയുണ്ടാവുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ റെഡിയാക്കി എടുക്കാം. ഒന്നെങ്കിൽ ചട്ടപ്പുട്ട് റെഡിയാക്കി എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പുട്ടുകുറ്റിയിൽ പുട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും അടിയിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും അതേപോലെ തന്നെ നമ്മുടെ ആ പുട്ടിൻ്റെ മിക്സും നടുക്കിലേക്ക് കുറച്ചും കൂടി തേങ്ങ ചിരകിയതും വീണ്ടും പുട്ടിൻ്റെ മിക്സ് അങ്ങോട്ട് വെച്ച് നമുക്ക് ആവിയേറ്റി എടുക്കാവുന്നതേ ഉള്ളൂ. പുട്ടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്കും അതേപോലെ തന്നെ പുട്ട് കഴിക്കാൻ മടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അവർ പോലും അറിയാതെ കഴിച്ചു പോകും. നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ആവി കയറി അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റൊരു പ്ലേറ്റിലേക്ക് നല്ല ചൂടോടുകൂടി നമ്മുടെ ഈ പുട്ടങ്ങോട്ട് മാറ്റി കഴിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടി കേട്ടോ. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. കൂടെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. കേട്ടോ നല്ല ആവി വന്നിട്ടുള്ള അടിപൊളി ക്യാരറ്റ് പുട്ടിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.